Hello everyone, welcome to English Cafe. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ prepositions എന്നുള്ള ഒരു ടോപ്പിക് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ prepositions of time ആണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് prepositions of place-നെ പറ്റി പഠിക്കാം. അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പൊസിഷൻ അത് എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ചില വാക്കുകൾ ആ prepositions-നെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ മെയിൻ ആയിട്ട് നമുക്ക് ഇന്നും ഓണും എറ്റും തന്നെയാണ് പഠിക്കാനുള്ളത്. അതല്ലാണ്ട് വേറെ കുറച്ച് എക്സ്ട്രീം വരുന്നുണ്ട്. അത് നമുക്ക് എക്സാമ്പിൾ ഒക്കെ വെച്ച് സിമ്പിൾ ആയിട്ട് പഠിക്കാം. സോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയി മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ട്യൂട്ടറോട് ചോദിച്ചിട്ടില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. സോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ 3 സെയിം ആയിട്ടുള്ള preposition ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അത് തന്നെ. ഓക്കെ, സോ ഇന്നും ഓണും എറ്റും. അപ്പം ഈ ഒരു പ്ലേസിനെ പറ്റി പറയുമ്പം ഈ 3 എവിടെയാ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യം നമുക്ക് ഇന്ന് വേണ്ട, ആദ്യം നമുക്ക് ഓൺ നോക്കാം. ഓക്കെ, ഓൺ എന്നുള്ളൊരു preposition എവിടെയാ യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ സർഫേസിൽ, അതായത് ഒരു വസ്തുവിൻ്റെ മേളിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വെക്കുവാണെങ്കിൽ അപ്പം നമുക്ക് ഓൺ പറയാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇഫ് ഐ സേ ദ ബുക്ക് ഇസ് ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ടേബിളിൻ്റെ മേളിൽ ആ ബുക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, സോ ഒരു സർഫേസിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കുവാണെങ്കിൽ ദെൻ വി ക്യാൻ യൂസ് ഓൺ എന്ന preposition. ഏതാണ്? ഓൺ. ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ടേബിളിൻ്റെ മുകളിൽ എന്നുള്ള മീനിങ് ആണ്. ഇപ്പം ഞാൻ ഈ പെൻ എൻ്റെ കൈയുടെ മേളിൽ വെച്ച് ഐ ക്യാൻ സീ ദ പെൻ ഇസ് ഓൺ മൈ പാം. ഓക്കെ, സോ എൻ്റെ പാമിലാണ് ഈ പെൻ വെച്ചേക്കുന്നതെന്ന് എനിക്ക് പറയാം. കൈയുടെ ഉള്ളിലാണ്, കൈയുടെ മേളിലാണ്. ഓൺ മൈ പാം. ഓക്കെ, സോ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ മേളിലാണെങ്കിൽ യു ക്യാൻ സേ ഓൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് എവിടെയാണ് യൂസ് ചെയ്യുക? ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ സാധനം വെച്ചതെങ്കിൽ ദെൻ യു ക്യാൻ യൂസ് ഇൻ. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ബുക്ക് ഇസ് ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ടേബിളിൻ്റെ മുകളിലാണെന്ന് മനസ്സിലായി. ഇനി ഇതേ സെൻറ്റൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ദ ബുക്ക് ഈസ് ഇൻ ദ ടേബിൾ എന്നുള്ളൊരു സെൻറ്റൻസ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലേ? സോ ഇതിൻ്റെ മീനിങ് എന്താ? ദ ബുക്ക് ഈസ് ഇൻ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തെറ്റാണോ? തെറ്റല്ല, ഇവിടെ വേറൊരു മീനിങ് ആണ്. ഇതും ശരിയാണ്. ദ ബുക്ക് ഈസ് ഇൻ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ടേബിളിൻ്റെ ഉള്ളിൽ വെക്കുന്നതിനെയാണ് ഇൻ പറയുന്നത്. മേളിലാണെങ്കിൽ ഓണും അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൻ്റെ ഉള്ളിലാണ് വെക്കുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ഇൻ. ഓക്കെ, ദ പെൻ ഇസ് ഇൻ ദ ബാഗ് എന്ന് പറഞ്ഞാൽ ബാഗിൻ്റെ ഉള്ളിലാണ് പെൻ ഉള്ളത് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, സോ ഇതല്ലാണ്ട് വേറെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഇൻ യൂസ് ചെയ്യും. അതെവിടെയാണ് നോക്കാം. ആദ്യം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്പേസിലാണെങ്കിലും നമുക്ക് ഇൻ യൂസ് ചെയ്യാം. അതല്ലാണ്ട് എവിടെ യൂസ് ചെയ്യാമെന്നറിയോ? വലിയ വലിയ സ്ഥലങ്ങളെ പറ്റി പറയുമ്പം, അതായത് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഏരിയ ഉള്ള ഒരു സ്ഥലമാണ് അല്ലേ? സോ അങ്ങനെ കുറച്ച് വലിയ ഏരിയ ഉള്ള സ്ഥലങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് ഇൻ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഡിസ്ട്രിക്റ്റിനെ പറ്റി പറയുമ്പം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ പറ്റി പറയുമ്പം, കൺട്രീസിനെ പറ്റി പറയുമ്പം, കോണ്ടിനെൻസിനെ പറ്റി പറയുമ്പം, അപ്പോൾ ഡിസ്ട്രിക്റ്റ് മുതലുള്ള കുറച്ച് വലിയ വലിയ സ്ഥലങ്ങളെ പറ്റി പറയുമ്പോഴൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇൻ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്, ഇൻ എറണാകുളം ഡിസ്ട്രിക്റ്റ് എന്ന് ഞാൻ പറയുമ്പം ആ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ അവിടെ ഇൻ പറഞ്ഞു. ഇനി ഇത് ഏത് സ്റ്റേറ്റിലാന്ന് ചോദിക്കുമ്പം ഇൻ കേരള, ഇൻ കർണാടക, ഓക്കെ, ഇൻ ഗുജറാത്ത്. അപ്പം അങ്ങനെ ഇന്നാണ് ഞാൻ അവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇനി കൺട്രീസിനെ പറ്റി പറയുമ്പോഴോ അവിടെ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇൻ ഇന്ത്യ, ഇൻ ബംഗ്ലാദേശ്, ഇൻ ചൈന. സോ അവിടെയും ഇന്നാണ് യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ കോണ്ടിനെൻസിനെ പറ്റി പറയുമ്പോഴും, കോണ്ടിനെൻസ് ഏതൊക്കെയാണ് നമുക്കറിയാം. കുറേയൊന്നുമില്ല, 6 കോണ്ടിനെൻസേ ഉള്ളൂ. അപ്പം അവിടെ അതിനെപ്പറ്റി പറയുമ്പോഴും നമ്മൾ ഇൻ തന്നെയാണ് യൂസ് ചെയ്യുക. ഇൻ ഏഷ്യ, ഇൻ ആഫ്രിക്ക, അങ്ങനെ വേണം പറയാനായിട്ട്. ഗോട്ട് ഇറ്റ്? സോ ഈ രീതിയിൽ വലിയ വലിയ ലാർജർ ഏരിയാസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഇൻ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എറ്റ് എവിടെയാണ് യൂസ് ചെയ്യാൻ അറിയോ? എറ്റ് എന്ന് പറയുന്നത് ഇന്ന് കുറച്ചും കൂടി വലിയ ഏരിയ ആണെങ്കിൽ എറ്റ് എന്ന് പറയുന്നത് വളരെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന സ്ഥലങ്ങളുണ്ടാവില്ലേ? അവിടെയാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അറ്റ് മൈ ഹോം, എൻ്റെ വീട്ടിൽ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം അത് അത്രയും സ്പെസിഫൈ ചെയ്ത് ഞാൻ കറക്റ്റായിട്ട് എവിടെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് അറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, വളരെയധികം സ്പെസിഫൈ ചെയ്ത് പറയുന്ന സമയത്ത് ഇപ്പം ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ ഞാനൊരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് പറയുമ്പോൾ ഞാനത് ഏത് ഓഫീസാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഓഫീസിൻ്റെ പേര് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അറ്റ് യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഐ വർക്ക് അറ്റ് ഇംഗ്ലീഷ് കാഫേ.
അറ്റ് ഇംഗ്ലീഷ് കാഫേ. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ പേരോ കോളേജിൻ്റെ പേരോ ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ പേര് പറയുവാണെങ്കിൽ നമ്മൾ അറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, ഒരു ബാങ്ക്, നമ്മളൊരു ബാങ്കിലാണെന്ന് പറയുമ്പോൾ ഐ എം ഇൻ എ ബാങ്ക് എന്ന് പറഞ്ഞാൽ മതി. ഒരു ബാങ്ക്, ഏതൊരു ബാങ്ക് എന്നാണെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ഏതെങ്കിലും ഒരു ബാങ്ക് ആണെങ്കിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. ശ്രദ്ധിക്കണേ, ഇന്ന ബാങ്ക് എന്നാണ് പറയുന്നത്. എന്നാൽ അത് ഏത് ബാങ്ക് ആണെന്ന് കറക്റ്റായിട്ട് പറയണമെങ്കിൽ നമ്മൾ അവിടെ അറ്റാണ് യൂസ് ചെയ്യുക. അപ്പം ഐ ആം ഇൻ എ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു ബാങ്കിലാണെന്നുള്ള മീനിങ് ആണ്. ഐ ആം അറ്റ് കാനറ ബാങ്ക് എന്ന് പറഞ്ഞാലോ ഞാൻ കാനറ ബാങ്കിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ ബാങ്കിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ ഞാൻ അറ്റ് യൂസ് ചെയ്തു. ക്ലിയർ? അപ്പോൾ പേര് പറയുവാണെങ്കിൽ, അതായത് അത്രയും സ്പെസിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ അറ്റ് പറയുക. ഇനി കുറച്ചും കൂടി വലിയ ബ്രോഡർ ആയിട്ട് പറയുവാണെങ്കിൽ ഇൻ പറയുക. ഓക്കെ, അതാണ് ഞാനിവിടെ ബ്രാക്കറ്റ് കൊടുത്തേക്കുന്നത്. ഇന്ന കോളേജ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കോളേജ് എന്നുള്ള മീനിങ് ആണ്. അറ്റ് ആൽബർട്ട്സ് കോളേജ് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് അത് ഏത് കോളേജിനെ പറ്റിയാണ് പറയുന്നതെന്ന് ഞാൻ അവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചില സമയത്ത് ഈ പേരിൻ്റെ പകരം ദ യൂസ് ചെയ്യും. ദ യൂസ് ചെയ്താലും നമുക്കറിയാം, അതായത് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും മനസ്സിലാവും ഏത് കോളേജിനെ പറ്റിയാണ് പറയുന്നതെന്ന്. അങ്ങനത്തെ സമയത്ത് നമ്മൾ ചിലപ്പം അറ്റ് യൂസ് ചെയ്യും. അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാറുണ്ട്. വേർ ആർ യു? ആം അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അത് ഏത് റെയിൽവേ സ്റ്റേഷനാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും അറിയുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് അറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇന്നും അറ്റും ഓണും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ ടൈം പറഞ്ഞ പോലെയല്ല, പ്ലേസിൽ നമുക്ക് വേറെയും കുറച്ച് പ്രെപ്പോസിഷൻസ് ഉണ്ട്. പക്ഷേ ഇത് പഠിക്കാനായിട്ട് വേറൊരു ഈസി മെത്തേഡ് ഉണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. റെഡി അല്ലേ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു കപ്പുണ്ട്, വേറൊരു കയ്യിലൊരു പെന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് രണ്ടും കൂടി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പൊസിഷൻസ് പറഞ്ഞ് പഠിക്കാം. ഓക്കെ, സോ ആദ്യത്തേത് ബിസൈഡ് ആണ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ അടുത്തു എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഐ ക്യാൻ സേ ദ പെൻ ഇസ് ബിസൈഡ് ദ കപ്പ്. ഓക്കെ, ദ പെൻ ഇസ് ബിസൈഡ് ദ കപ്പ് എന്ന് പറഞ്ഞാൽ കപ്പിൻ്റെ അടുത്താണ് എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത് എന്താണ്? എബവ്. എബവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വെക്കുവാണെങ്കിൽ എബവ് എന്നാണ്. ഓൺ അല്ല. ഓൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേളിൽ ഞാൻ ഇങ്ങനെ വെക്കുവാണെങ്കിൽ അതായത് അത് അവിടെ കിടത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ദെൻ ഓൺ ആണ്. ഇത് തൊടാണ്ട് നേരെ മേളിലാണെങ്കിൽ യു ക്യാൻ സേ എബവ്. ഓക്കെ, എബവ്. അടുത്തത് അണ്ടർ ആണ്. അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിൽ നിന്നുള്ള മീനിങ് ആണ്. ദ പെൻ ഇസ് അണ്ടർ ദി കപ്പ് നൗ. അണ്ടർ ദി കപ്പ്. അടുത്തത് ബിഹൈൻഡ്. ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പുറകിൽ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ പുറകിൽ വെക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ കപ്പ് ഇങ്ങനെ പിടിക്കാം. ആൻഡ് ഈ പെന്ന് ഞാൻ ഇതിൻ്റെ പുറകെ പിടിക്കുവാണ്. സോ നൗ ഐ ക്യാൻ സേ ദ പെൻ ഇസ് ബിഹൈൻഡ് ദ കപ്പ്. ദ പെൻ ഇസ് എവിടെയാണ്? ബിഹൈൻഡ് ദ കപ്പാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിക്കേ, ഇൻ ഫ്രണ്ട് ഓഫ്. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ മുന്നിൽ എന്നുള്ള മീനിങ് ആണ്. അപ്പം ഞാനിവിടെ കപ്പ് വെച്ചു, പെൻ എവിടെ വെക്കണം? ഇതിൻ്റെ മുന്നിൽ വെക്കണം. അപ്പം ഞാൻ പറയും ദ പെൻ ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കപ്പ്. ദ പെൻ ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കപ്പ്. കപ്പിൻ്റെ മുന്നിലാണ് വെച്ചേക്കുന്നത്. അടുത്തത് ബിറ്റ്വീൻ ആണ്. ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി രണ്ട് സാധനങ്ങൾ വേണം. രണ്ട് സാധനത്തിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവെക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇൻ ബിറ്റ്വീൻ എന്ന്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഞാനിപ്പോൾ എൻ്റെ കൈ ഒരു ഒബ്ജക്റ്റ് ആക്കി വെക്കുവാണ്. ഇതൊരു കപ്പാണ്. ഇതിൻ്റെ നടുക്ക് ഞാൻ ഈ പെന്ന് വെക്കുവാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഐ ക്യാൻ സേ ദ പെൻ ഇസ് ഇൻ ബിറ്റ്വീൻ മൈ ഹാൻഡ് ആൻഡ് ദ കപ്പ്. ദ പെൻ ഇസ് ഇൻ ബിറ്റ്വീൻ മൈ ഹാൻഡ് ആൻഡ് ദി കപ്പ്. രണ്ടിൻ്റെയും നടുക്കാണ് ഈ പെന്ന് വെച്ചേക്കുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശം. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇങ്ങനെ പൊസിഷൻ വെച്ച് പറഞ്ഞ് കാണിച്ച് പഠിക്കുമ്പം കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കളിച്ചത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നോക്കിക്കേ. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അടുത്ത്, എബവ് എന്ന് പറഞ്ഞാൽ മേളിൽ, അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ, ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പുറകി, ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നിൽ, ആൻഡ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ രണ്ട് സാധനത്തിൻ്റെ ഇടയിൽ. ക്ലിയർ ആണോ? ഓക്കെ, സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ആക്ച്വലി സിമ്പിളാണ്. എളുപ്പത്തിൽ നമുക്ക് ഓരോരോ സാധനത്തിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് പറയാനായിട്ട് സാധിക്കും ഇനി, അല്ലേ? ഓക്കെ, സോ പഠിച്ച കാര്യങ്ങളൊന്നും കൂടി നമുക്ക് റിവൈസ് ചെയ്യാം. മെയിനായിട്ട് 3 പ്രെപ്പോസിഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. അതിലാദ്യം നമ്മൾ ഓൺ പഠിച്ചു. ഓൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സർഫേസ് ആയിക്കോട്ടെ, അത് ഏതും ആയിക്കോട്ടെ, അതിൻ്റെ മേളിലാണെങ്കിൽ നമ്മൾ ഓൺ പറയും. ഇനി ഇന്നാണെങ്കിൽ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ഇന്ന് പറയും. അതേപോലെ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും കൺട്രീസും കോണ്ടിനെൻസും അങ്ങനെ വലിയ വലിയ സ്ഥലങ്ങളെ പറ്റി പറയുമ്പോഴെല്ലാം ഇൻ പറയും. ഇനി അറ്റാണെങ്കിൽ വളരെയധികം സ്പെസിഫൈ ചെയ്ത് ക്ലിയർ ആയിട്ട് നമ്മൾ പറയുവാണ് എവിടെ ഇന്ന സ്ഥലം എന്ന് അത്രയും ക്ലാരിറ്റിയോടെ പറയുവാണെങ്കിൽ, കൃത്യതയോടെ പറയുവാണെങ്കിൽ അവിടെ നമുക്ക് അറ്റ് യൂസ് ചെയ്യാം.